സംസ്ഥാന സർക്കാരിന്റെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ സജീവമായതോടെ ആളുകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസേന 300-ലധികം ആളുകളാണ് ഓരോ ചന്തകളിലും എത്തി സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പൊതുവിപണിയെ അപേക്ഷിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവായതിന്റെ ആശ്വാസത്തിലാണ് വിപണനമേളയിലെത്തുന്നവർ. സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പൊതുവിപണിയേക്കാൾ വളരെ വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് വഴി ആളുകളിലേക്ക് എത്തുന്നത്. 30% മുതൽ 50% വരെ വിലക്കുറവിൽ സബ്സിഡിയോടുകൂടി വിൽപ്പന നടത്തുന്ന 13 ഇന സാധനങ്ങൾക്കൊപ്പം നോൺ സബ്സിഡി സാധനങ്ങൾ 10% മുതൽ 40% വരെ വിലക്കുറവോടുകൂടി ഓണം സഹകരണ വിപണനമേളയിൽ ലഭിക്കുന്നുണ്ട്. ഇതോടെ ആളുകളുടെ വൻ തിരക്കാണ് ഓണം ചന്തകളിൽ അനുഭവപ്പെടുന്നത്. എല്ലാ സാധനങ്ങൾക്കും ഒരു സാധനം പോലും MRP റേറ്റിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. എല്ലാം 15 മുതൽ ഏകദേശം 45% വരെ വിലക്കുറവിലാണ് ഈ വിപണി ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്ന മുറയ്ക്ക് അവർക്ക് നല്ല ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. നോൺ സബ്സിഡി സാധനങ്ങളായാലും ഞങ്ങൾക്ക് വളരെയധികം വില കുറച്ച് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു വിജയമായി തന്നെ പ്രതിഫലിച്ച് കാണുന്നുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണ പൊതുവിപണിയിൽ 420 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 81 രൂപ ഇളവിൽ സഹകരണ വിപണിയിൽ 339 രൂപയ്ക്ക് ലഭിക്കും. 1 കിലോ ചെറുപയർ 37 രൂപ ഇളവിൽ 90 രൂപയ്ക്കാണ് നൽകുന്നത്. 126 രൂപയുടെ ഉഴുന്നിന് 90, കിലോ 110 രൂപയുള്ള കടലയ്ക്ക് 65 രൂപയുമാണ് സബ്സിഡി വില. സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കൊപ്പം സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയിൽ ആവശ്യക്കാർ കൂടുതലാണ്. സബ്സിഡിയോടെ നൽകുന്ന 13 ഇനം നിത്യോപയോഗ സാധനങ്ങളും റേഷൻ കാർഡ് മുഖേനയാണ് വിപണിയിൽ വിൽപ്പന നടത്തുന്നത്. ഓരോ സീസണിലും സാധാരണക്കാർക്ക് അത്രത്തോളം ആശ്വാസകരമാകുന്ന രീതിയിലാണ് കൺസ്യൂമർ ഫെഡ് വഴിയുള്ള ഈ വിപണന രീതി. സാധാരണയേക്കാൾ 15% മുതൽ 50% വരെയാണ് ഇവിടെയുള്ള വിലക്കുറവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളും നിരന്തരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ആശ്രയ്ക്കൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.